ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ എൽ ജി എസ് മെയിൻസിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SCERT ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു 50% നമ്മൾ എന്തായി ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഒരു 2-3 ക്ലാസ്സുകൾക്കുള്ളിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സെക്കൻഡ് മൊഡ്യൂളിലുള്ള പോർഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് നമ്മൾ പതിയെ പഠിച്ചു പോകുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആവും. അത് കഴിഞ്ഞ് എന്താണ് അടുത്തത് തേർഡ് മൊഡ്യൂളാണ് അല്ലേ. അപ്പോൾ തേർഡ് മൊഡ്യൂളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് പോകാനായിട്ട് കഴിയും. നമ്മൾ പറഞ്ഞത് 40 ഡേയ്സ് ചലഞ്ചാണ്, പക്ഷേ 40 ഡേയ്സ് വേണ്ടി വരില്ല. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. നോക്കാം, 9ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമാണ്. 9ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. നോക്കൂ, ഇത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. നോക്കാം, സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത് ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നതിൻ്റെ നിർവചനമാണ്: ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ക്ലിയർ ആണല്ലോ. അടുത്തത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആരാണോ സംരംഭകൻ അയാൾക്ക് എന്ത് ചെയ്യാം? ഏത് ഉൽപ്പന്നം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. സ്വകാര്യ സ്വത്താവകാശം. സ്വത്ത് സൂക്ഷിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യ അവകാശമാണ്. ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. ഏതൊരു ഉൽപ്പന്നം ആ നിക്ഷേപകൻ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും അത് ലാഭം ലക്ഷ്യമാക്കിയായിരിക്കും അല്ലെ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? ലാഭം ലക്ഷ്യമാക്കിയായിരിക്കും. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി. ഇനി അച്ഛൻ്റെ സ്വത്ത് മകന് തന്നെ കിട്ടും, കറക്റ്റ് അല്ലേ? ആ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി. സ്വതന്ത്രമായ കമ്പോളം. എന്താണ്? മാർക്കറ്റൊക്കെ എന്താണ്? അദ്ദേഹം നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ആ സാധനം കൊടുക്കാൻ കഴിയും, ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്തത് ഉപഭോക്താക്കളുടെ പരമാധികാരം. പിന്നെ വാങ്ങുന്നയാൾക്ക് എന്താണ്? വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ. അതുപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. അപ്പോൾ ഒരു വസ്തുവിന് ഒരു വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതേപോലുള്ള ഉൽപ്പന്നത്തിന് വേറൊരു ബിസിനസ്മാൻ എന്ത് ചെയ്യാം? വേറൊരു അതേ ഉൽപ്പന്നം തന്നെ വേറൊരു റേറ്റിനെ വിൽക്കാനായിട്ട് കഴിയും. അങ്ങനെ മത്സരിച്ചിട്ടാണ് ഒരു ഉൽപ്പന്നം എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രത്യേകതകൾ? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സ്വകാര്യ സ്വത്താവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്തത്, ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും മാത്രം ചുമതലയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളില്ലാത്ത രാഷ്ട്രം അറിയപ്പെടുന്നതാണ് പോലീസ് സ്റ്റേറ്റ് എന്ന്. എന്താണ്? അവിടെ എന്തിനു മാത്രമേ പ്രാധാന്യമുള്ളൂ? ക്രമസമാധാന പാലനത്തിനും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം ചുമതലയുള്ള ഒരു സർക്കാരാണ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? പോലീസ് സ്റ്റേറ്റ് എന്നാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന് എന്തില്ല? ഇടപെടലില്ല. അത്തരം രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് പോലീസ് സ്റ്റേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രം എന്താണ്? സർക്കാർ കൈകടത്തുകയും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ എന്ത് ചെയ്യുക? പ്രൈവറ്റ് മേഖലയ്ക്ക് വിട്ടുകൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈ കടത്താതിരിക്കുകയും ചെയ്യുന്ന ഇടപെടൽ
ആ ഇടപെടലിനെയാണ് എന്തെന്ന് പറയുന്നത്, പോലീസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും മാത്രം ചുമതലയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഇല്ലാത്ത രാഷ്ട്രം അറിയപ്പെടുന്നതാണ് പോലീസ് സ്റ്റേറ്റ്. അടുത്തത് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പം നമ്മൾ 3 സമ്പദ് വ്യവസ്ഥ പറഞ്ഞു: മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായി. അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നതിൻ്റെ നിർവചനം നോക്കാം. ഉൽപാദനോപാധികൾ എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഏത് തന്നെയാണെങ്കിലും അത് പൊതു ഉടമസ്ഥതയിലുള്ളതും, അതെന്താണ്? പൊതു ഉടമസ്ഥതയാണ് അല്ലെ, സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ളതാണ്. കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി, അതായത് കേന്ദ്രത്തിൻ്റെ ആസൂത്രണം എന്താണോ അതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ജനക്ഷേമകരമാണ്, സ്വകാര്യ സംരംഭകരുടെ അഭാവമുണ്ട്, സ്വകാര്യ സ്വത്താവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം എന്നിവ അവിടെ ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഓക്കെ, സാമ്പത്തിക സമത്വമുണ്ട്, സാമ്പത്തികമായിട്ട് സമത്വമുണ്ട്. ഇതാണ് എന്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. ക്ലിയർ ആണോ? എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? 1, ജനക്ഷേമകരമാണ്, ജനക്ഷേമകരം. 2, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സംരംഭകർക്ക് അവിടെ എന്തില്ല, ഒരു പങ്കില്ല. ഓക്കെ, അടുത്തത് സ്വകാര്യ സ്വത്താവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ സ്വത്താവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും അവിടെ നടത്തപ്പെടുന്നില്ല. സാമ്പത്തിക സമത്വമുണ്ട്, അവിടെ സാമ്പത്തിക സമത്വമുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. ഇപ്പോൾ നോക്കൂ, അവരുടെ ഇപ്പോൾ ഒരാളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി, ഓക്കെ, ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കി, ഫാക്ടറിയിൽ ഒരു സാധനം അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു വില നിശ്ചയിച്ചിട്ട്, അതായത് ഒരു ആ ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ വില ആ ഉടമസ്ഥന് എന്ത് ചെയ്തു, ഒരു 100 രൂപയ്ക്കാണ് കൊടുത്തത്, 100 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ എന്താണ്, അവരുടെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ, അതായത് എന്താണ്, ചിലവും വരവും അത് വിറ്റിട്ട് കിട്ടുന്ന ആ പണവും എന്താണ്, ഉൽപ്പാദിപ്പിക്കാനെടുത്ത പൈസയും ടാലി ചെയ്യുമ്പോൾ എന്താണ്, ഈ കൊടുക്കുന്ന സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്, അതിൽ ലാഭമൊന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് സംഭവിക്കുക, അവർക്ക് സാമ്പത്തികമായ വൈഷമ്യം ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഇവരെന്ത് ചെയ്യേണ്ടി വരും, ആ വസ്തുവിൻ്റെ വില സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, വർദ്ധിപ്പിക്കേണ്ടി വരും അല്ലേ, വില വർദ്ധിപ്പിക്കേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്താണ്, വില സംവിധാനത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മുതലാളിത്ത വ്യവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമ്പം എന്ത് ചെയ്യണം, ഈ എന്താ പറയുക, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഈ മേഖല പഠിക്കുമ്പം നമ്മൾ മാർക്കറ്റിലുള്ള സാധനങ്ങളുടെയും അതുപോലെ പൈസയുടെയും വിനിമയങ്ങൾ ആണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അടുത്തത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ്, ആസൂത്രണത്തിലൂടെ. അത് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, ആ ഒരു സാധനം 100 രൂപയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ട് അതിന് എന്ത് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിലെ വിപണനം നടത്താം എന്നൊക്കെ ചിന്തിക്കാം അല്ലേ. അങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് ആ ഒരു രീതിയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളത്. അങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ.
മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ്വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത്, ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥ എന്ത് സമ്പദ്വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ്വ്യവസ്ഥയാണ്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥ, മറക്കരുത്. അടുത്തത്, മിശ്ര സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് മിശ്ര സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷതകൾ? ഒന്ന്, പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. അപ്പോൾ മിശ്ര സമ്പദ്വ്യവസ്ഥയിൽ രണ്ടും ഉണ്ട്. എന്തുണ്ട്? പൊതുമേഖലയുണ്ട്, സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തമുണ്ട്. അടുത്തത്, ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം. മിശ്ര സമ്പദ്വ്യവസ്ഥയിൽ എന്താ ചെയ്യുന്നത്? ആസൂത്രണമാണ് നടക്കുന്നത്, അല്ലേ? അടുത്തത്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം. എന്താണ്? നാട്ടുകാരുടെയും ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെയും ക്ഷേമം മുൻനിർത്തിയാണ് അവിടെ ആ സമ്പദ്വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അടുത്തത്, സ്വകാര്യ സ്വത്താവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പ്രൈവറ്റ് മേഖലയിലുള്ള കച്ചവടക്കാർക്ക് എന്ത് ചെയ്യാം? അവരുടേതായിട്ടുള്ള സ്വത്ത് എന്ത് ചെയ്യാം? അവരുടെ പാരമ്പര്യത്തിലുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യാം. അതുപോലെ എന്താണ്? സാമ്പത്തിക നിയന്ത്രണം, സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെ അത് നിയന്ത്രിക്കണം എന്നുള്ളത് അത് അവർക്ക് തീരുമാനിക്കാം. അപ്പോൾ പ്രൈവറ്റ് മേഖലയ്ക്കും അതുപോലെ പൊതുമേഖലയ്ക്കും എന്തുണ്ട്? മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അത് രണ്ടിൻ്റെയും മിശ്രണമാണ്. ഓക്കെ, അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അത്രയും നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. സമ്പദ് വ്യവസ്ഥകൾ 3 തരമാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രത്യേകതകളാണ്: സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സ്വകാര്യ സ്വത്താവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. അടുത്തത്, ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലും മാത്രം ചുമതലയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകളില്ലാത്ത രാഷ്ട്രം അറിയപ്പെട്ടിരുന്നത് പോലീസ് സ്റ്റേറ്റ് എന്നാണ്. അടുത്തത്, ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി അടുത്തത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ്: ജനക്ഷേമകരം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, സ്വകാര്യ സ്വത്താവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം. അടുത്തത്, സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. അടുത്തത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അടുത്തത്, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ: പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു, ആസൂത്രണത്തിലധിഷ്ഠിതമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സ്വകാര്യ സ്വത്താവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നു. ക്ലിയർ ആണോ? നോക്കാം. അടുത്തത്, മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? അമേരിക്ക, ബ്രിട്ടൻ എന്നിവ മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളോ? ക്യൂബ, ചൈന എന്നിവ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ഉദാഹരണം ക്യൂബ, ചൈന എന്നിവ. 1991 ഇന്ത്യയിൽ ആരംഭിച്ച സാമ്പത്തിക നയം മാറ്റത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. 1991 ഇന്ത്യയിൽ ആരംഭിച്ച സാമ്പത്തിക നയമാറ്റത്തിൻ്റെ കാതൽ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റത്തിൽ വളരെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഉദാരവൽക്കരണം എന്താണ്? ഉദാരവൽക്കരണം ലിബറലൈസേഷൻ, അല്ലേ? സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴാണ് ഈ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക നയത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചത്? 1991. ക്ലിയർ ആണോ?
അടുത്തത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം. അപ്പം എന്താണ് ഉദാരവൽക്കരണം അഥവാ ലിബറൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഉദാരവൽക്കരണം അഥവാ ലിബറൈസേഷൻ? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തുക, അല്ലേ? സർക്കാർ ഒരുപാടൊന്നും നിയന്ത്രിക്കാനൊന്നും വരണ്ട. പ്രൈവറ്റ് മേഖലയ്ക്ക് എന്താണ് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുക. അതാണ് എന്ത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്, അല്ലേ? അടുത്തത്, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1985-ലാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1985. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി ഉണ്ടായത് 1991. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി ഉണ്ടായത് 1991. നോക്കൂ, എന്ത് വേണമെങ്കിലും ചോദിക്കാം, അല്ലേ, എക്സാമിന്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റും വൃത്തിയായിട്ട് ആ വർഷങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കാം. അടുത്ത, ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1991. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു മാറ്റം, അല്ലേ, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു വർഷം എന്ന് പറയുന്നത് 1991. ഈ വർഷത്തിലാണ് എന്തൊക്കെ കടന്നു വരുന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ കടന്നു വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. എന്നാൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1985-ലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ത് കൈകാര്യം ചെയ്യുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്തത്, റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് ഇവ സർക്കാരിന് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത് ബോട്ട് എന്നാണ്. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് ഇവ സർക്കാരിന് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ബോട്ട് അഥവാ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ റോഡിലും അതുപോലെ റോഡിൽ റോഡിൽ ആ ബ്രിഡ്ജിൻ്റെ ഒക്കെ താഴെയായിട്ട്, അല്ലേ, അങ്ങനെയൊക്കെ ടോൾ പിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ്, ഇങ്ങനെ പൈസ പിരിച്ചെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് എന്ത്? ബോട്ട് എന്ന് പറയുന്നത്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഓക്കെ. നോക്കാം. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി സംരംഭം ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി സംരംഭം ആരംഭിക്കുകയും മുതൽ മുടക്കനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന രീതി അറിയപ്പെടുന്നത് PPP, അല്ലെ, PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ക്ലിയർ അല്ലേ? അടുത്തത്, PPPക്ക് ഉദാഹരണം, അതായത് PPPക്ക് ഉദാഹരണം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, അതായത് സിയാലാണ് PPPക്ക് ഉദാഹരണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് ഉദാഹരണം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അടുത്തത്, രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം എന്നാണ്. എന്താണ് ആഗോളവൽക്കരണം? നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, അല്ലേ? എന്താണ്? ആർക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലേ? പൈസ കൊടുക്കാം, അല്ലേ? ഓക്കെ. അടുത്തത്, തൊഴിലാളികളുടെ ഒഴുക്ക്. തൊഴിലാളികൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. അവരെന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്കും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ എന്താണ് ആളുകൾ ഒഴുകുന്നുണ്ട്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജോലി സാധ്യത അനുസരിച്ച് അവർ പോകുന്നുണ്ട്. അടുത്തത്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക്. സാധനങ്ങളും സേവനങ്ങളും എവിടെ വേണമെങ്കിലും ആവാം എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രിതത്വവും അറിയപ്പെടുന്നതാണ് ആഗോളവൽക്കരണം. ക്ലിയർ ആണോ? ഓക്കെ.
അടുത്തത്, ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം. എന്താണ് വിദേശ മൂലധന നിക്ഷേപം? വിദേശത്തുള്ള പൈസ അല്ലെ, ഒരു രാജ്യത്തുള്ള പൈസ മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ കമ്പനികളിലും ഭൂമിയിലും ഓഹരികളിലും ബോണ്ടുകളായിട്ടും ബാങ്കിലും ഒക്കെ നിക്ഷേപിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള VVIPs ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കൊക്കെ എന്തുണ്ട്? മറ്റു രാജ്യങ്ങളിൽ ബാങ്കിൽ നിക്ഷേപങ്ങളുണ്ട്, ഓഹരികളുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ നിക്ഷേപിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? വിദേശ മൂലധന നിക്ഷേപം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം. അടുത്തത്, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം എന്നാണ്. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നതാണ് നവ ഉദാരവൽക്കരണം. ക്ലിയർ ആണോ? ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന സംഘടനകളാണ് അന്താരാഷ്ട്ര നാണയനിധി IMF, ലോകബാങ്ക്, ലോക വ്യാപാര സംഘടന WTO എന്നിവ. അപ്പോൾ ഈ ആഗോളവൽക്കരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന ആരൊക്കെയാണ്? അന്താരാഷ്ട്ര നാണയനിധി എന്നറിയപ്പെടുന്ന IMF, ലോകബാങ്ക്, ലോക വ്യാപാര സംഘടന WTO. ഓക്കെ, ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. നോട്ട് ചെയ്യാം. എന്താണ് ലോക വ്യാപാര സംഘടന എന്നറിയപ്പെടുന്ന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം? ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് WTOയുടെ ആസ്ഥാനം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMFും ലോകബാങ്കുമാണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെ? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? IMFും ലോകബാങ്കും. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMFും ലോകബാങ്കും. അടുത്തത്, IMF, ലോകബാങ്ക് എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ ആണ്. വാഷിങ്ടൺ DC ആണ് IMF, ലോകബാങ്ക് എന്നിവയുടെ ആസ്ഥാനം. വാഷിങ്ടൺ. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഉദാഹരണം അമേരിക്ക, ബ്രിട്ടൻ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ഉദാഹരണം ക്യൂബ, ചൈന. 1991 ഇന്ത്യയിൽ ആരംഭിച്ച സാമ്പത്തിക നയം മാറ്റത്തിൻ്റെ കാതൽ ഉദാരവൽക്കരണം എന്നറിയപ്പെടുന്ന ലിബറൈസേഷൻ, സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്നിവയാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണവും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1985. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി ഉണ്ടായത് 1991. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് 1991. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് ഇവ സർക്കാരിന് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബോട്ട് അഥവാ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി സംരംഭം ആരംഭിക്കുകയും മുതൽ മുടക്കനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. PPPക്ക് ഉദാഹരണം, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് ഉദാഹരണമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്ന സിയാൽ. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്നതാണ് ആഗോളവൽക്കരണം. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം അഥവാ നിയോ ലിബറൈസേഷൻ.
ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന സംഘടനകളാണ് അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF, ലോകബാങ്ക്, ലോക വ്യാപാര സംഘടന അഥവാ WTO. ലോക വ്യാപാര സംഘടന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. WTOയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMF, ലോകബാങ്ക് എന്നിവയാണ്. IMF, ലോകബാങ്ക് എന്നിവയുടെ ആസ്ഥാനമാണ് വാഷിംഗ്ടൺ DC. ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. അടുത്തത് IMF, ലോകബാങ്ക് എന്നിവ നിലവിൽ വരാൻ കാരണമായ സമ്മേളനമാണ് 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനം. IMF, ലോകബാങ്ക് എന്നിവ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം ഏതാണ്? 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനമാണ്. 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനം. അടുത്തത് പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിച്ചു നൽകുന്നതാണ് പേറ്റന്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് പേറ്റന്റ്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ശാസ്ത്രലോകത്ത് പല കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിച്ചു നൽകുന്നതാണ് പേറ്റന്റ് എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. ക്ലിയർ അല്ലേ? എന്താണ് എക്സാമ്പിൾ? നമ്മുടെ പെപ്സി, കൊക്കോകോള പോലുള്ള കമ്പനികൾ അല്ലേ? പല രാജ്യത്തുള്ളതാണ്. അതെവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിലും വരുന്നുണ്ട്, പല രാഷ്ട്രങ്ങളിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. അടുത്തത് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിനു കാരണം നവ ഉദാരവൽക്കരണമാണ്. എന്താണ്? കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം നവ ഉദാരവൽക്കരണമാണ്. അപ്പോൾ എന്താണ് കമ്പോളവൽക്കരണം? കമ്പോളത്തിന് മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായി പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. കിട്ടിയോ? പിടികിട്ടിയോ? എന്താണ്? മാർക്കറ്റിലുള്ള നിയന്ത്രണങ്ങൾ അല്ല, ഏതൊക്കെ വിലയ്ക്ക് കൊടുക്കണം, എന്ത് സാധനങ്ങളാണ് വേണ്ടത്, അങ്ങനെയുള്ള രീതികളൊക്കെ സർക്കാർ നിയന്ത്രിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ നിയന്ത്രണമില്ലാതെ പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുന്ന പ്രവണതയാണ് എന്തെന്നറിയപ്പെടുന്നത്? കമ്പോളവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലാഭമാണ്. എന്താണ്? ലാഭമാണ്. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം ലാഭമാണ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്താലോ? അപ്പോൾ IMF, ലോകബാങ്ക് എന്നിവ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനം. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവരുടെ അവകാശം സംരക്ഷിച്ചു നൽകുന്നതാണ് പേറ്റന്റ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അറിയപ്പെടുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. അടുത്തത് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് കാരണം നവ ഉദാരവൽക്കരണം. കമ്പോളത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായി പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? ലാഭമാണ്. എന്താണ്? ലാഭം. ഏറെക്കുറെ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കൂട്ടുകാരെ. 2 ക്ലാസ് കൂടെ ഒന്ന് ക്ഷമിച്ച് ഇതൊന്ന് പതിയെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അറിയാം, വളരെ ടഫായിട്ടുള്ളൊരു പോർഷനാണ്. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്